ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മയോടൊപ്പമുള്ള ഈ യാത്രയിൽ നമ്മൾ എത്തി നിൽക്കുന്നത് അമ്മയുടെ സ്വന്തം സ്ഥലമായ നസ്രത്തിലാണ്. നസ്രത്തിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈശോയുടെ ഹോം ടൗണാണ്. അമ്മയുടെയും യൗസപിതാവിന്റെയും ഒരു സ്ഥലം കൂടിയാണ്. വിശുദ്ധനാട് യാത്ര നടത്തുമ്പോൾ നസ്രത്തിന്റെ സൗന്ദര്യവും നസ്രത്തിന്റെ ആത്മീയതയും അനുഭവിക്കാതെ നമ്മൾ തിരിച്ചു വരാറില്ല. 1-2 ദിവസം തീർത്ഥാടകരെ അവിടെ താമസിപ്പിക്കും. വിശുദ്ധനാട് യാത്രയിൽ ഗ്രൂപ്പിനെ നയിക്കുക മാത്രമല്ല, അല്ലാതെയും ഞാൻ ഒരു ദിവസം ഒരു യാത്ര നടത്തി. നസ്രത്ത് മാത്രം ലക്ഷ്യം വെച്ചു. നാട്ടിൽ നിന്ന് ഒറ്റയ്ക്കുള്ള ഒരു യാത്രയായിരുന്നു. നസ്രത്തിലെ അവിടെ ഒരു കോൺവെന്റിലാണ്, മലയാളികളുടെ ഒരു കോൺവെന്റിലാണ് ഞാൻ താമസിച്ചത്. ഒരു 3-4 ദിവസം അവിടെ താമസിച്ച് നസ്രത്തിന്റെ സൗന്ദര്യവും നസ്രത്തിന്റെ ആത്മീയതയും ആവോളം ആസ്വദിച്ചതാണ്. ഒറ്റയ്ക്ക് പോകാൻ കാരണം നസ്രത്തിനെ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. രാത്രിയിൽ അവിടെയുള്ള ദേവാലയത്തിൽ ചെന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക അനുഗ്രഹമാണ്. ആ ദേവാലയം ദ ചർച്ച് ഓഫ് അനൗൺസിയേഷൻ, ബസിലിക്ക ഓഫ് അനൗൺസിയേഷൻ, മംഗളവാർത്ത ദേവാലയം. നസ്രത്തിന്റെ ഏറ്റവും വലിയൊരു ആകർഷണം ഈ മംഗളവാർത്ത ദേവാലയമാണ്. നസ്രത്തിലെത്തുമ്പോൾ നമ്മൾ മണിക്കൂറുകൾ ഈ മംഗളവാർത്ത ദേവാലയത്തിൽ നമ്മൾ പോയിരിക്കും. അവിടെ പ്രാർത്ഥിക്കും, അവിടെ ധ്യാനിക്കും. ആ ദേവാലയത്തിന്റെ ഒരു പ്രത്യേകത, മാതാവിന്റെ വീട് ഇരുന്ന സ്ഥലത്താണ് ഈ മംഗളവാർത്ത ദേവാലയം നിർമ്മിക്കപ്പെട്ടത് എന്നാണ് വിശ്വാസം. മാലാഖ മാതാവിന് പ്രത്യക്ഷപ്പെട്ട സ്ഥലം. ആ വീടിന്റെ അംശങ്ങളൊക്കെ, തിരുശേഷിപ്പുകളൊക്കെ നമുക്ക് ആ ദേവാലയത്തിനകത്ത് കാണാൻ സാധിക്കും. പിന്നീട് കുരിശ് യുദ്ധകാലത്ത് മാതാവിന്റെ ഭവനത്തിന്റെ ഒരു ഭാഗം മാലാഖമാര് എടുത്തുകൊണ്ടുപോയി ഇറ്റലിയിലെ ലൊറേറ്റോയിൽ സ്ഥാപിച്ചു. അവിടെ ലൊറേറ്റോ ബസിലിക്കായും ആ മനോഹരമായ ഭവനത്തിൽ ആണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അത് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് മാലാഖമാർ അത് ചെയ്തത് എന്നാണ് വിശ്വാസം. ഈ വീടിരുന്ന സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് ദ ബസിലിക്ക ഓഫ് അനൗൺസിയേഷൻ. AD 570 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തന്റെ അമ്മ ഹെലന രാജ്ഞി വിശ്വാസത്തിലേക്ക് വരികയും അതിലൂടെ കോൺസ്റ്റന്റൈൻ വിശ്വാസത്തിലേക്ക് വരികയും സഭയ്ക്ക് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തപ്പോഴാണ് ഹോളി ലാൻഡില് അമ്മ ഹെലന രാജ്ഞിയുടെ നിർദ്ദേശപ്രകാരം ദേവാലയങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയത്. അവിടെ നിർമ്മിക്കപ്പെട്ട ഈ മംഗളവാർത്ത ദേവാലയം 1102 കുരിശ് യുദ്ധക്കാര് തകർത്തു. പിന്നീട് 1170 ലെത്താർഡ് സെക്കൻഡ്, ദി ആർച്ച് ബിഷപ്പ് ഓഫ് നസ്രത്ത്, അവിടെ വീണ്ടും ഒരു ദേവാലയം നിർമ്മിക്കപ്പെട്ടു. അത് പിന്നീട് 1260 വീണ്ടും അത് ആക്രമിക്കപ്പെടുകയും നശിപ്പിക്കുകയും ചെയ്തു. പിന്നീട് 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിസ്കൻസ്, പ്രത്യേകിച്ച് 1620 ഫ്രാൻസിസ്കൻസ് ആണ് പിന്നീട് അവിടെയുള്ള ഒരു ദേവാലയം പുനരുദ്ധരിക്കപ്പെട്ടത്. 1954 ഇന്ന് നമ്മൾ കാണുന്ന പുതിയ ബസിലിക്കായുടെ നിർമ്മാണത്തിന്റെ തുടക്കം. ഒരു ഇറ്റാലിയൻ ആർട്ടിസ്റ്റായ ജിയോവാനി മൂസിയോ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഇപ്പോഴത്തെ മംഗളവാർത്ത ദേവാലയം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 1969 ഈ ദേവാലയത്തിന്റെ നിർമ്മാണം പൂർത്തിയായത്. 1964 6-ാം പോൾ മാർപ്പാപ്പ വിശുദ്ധനാട് സന്ദർശിച്ചപ്പോൾ ഈ ദേവാലയത്തിലും വന്നു. ജൂബിലി വർഷത്തില് 2000-ാം ആണ്ടിൽ മാർച്ച് 25 മംഗളവാർത്ത തിരുനാൾ ദിവസത്തിൽ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ ഈ ദേവാലയത്തിൽ വരികയും വിശുദ്ധ ബലി അർപ്പിക്കുകയും ചെയ്തു. ആ ദേവാലയമാണ് മംഗളവാർത്ത ദേവാലയം, ദ ചർച്ച് ഓഫ് അനൗൺസിയേഷൻ, ബസിലിക്ക ഓഫ് അനൗൺസിയേഷൻ. മാതാവിന്റെ വീട് ഇരിക്കുന്ന സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട ഈ ദേവാലയമാണ് വിശുദ്ധനാട് സന്ദർശനത്തിന്റെ ആകർഷണങ്ങളിൽ മുഖ്യമായിട്ടുള്ള
ഒന്ന്. അതും നസ്രത്തിലെ മാതാവിന്റെ പട്ടണത്തിൽ, മാതാവിന്റെ സ്ഥലത്ത്, മാതാവിന്റെ വീടിരിക്കുന്നിടത്ത് നിർമ്മിക്കപ്പെട്ട മനോഹരമായ ദേവാലയം. ആ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭവമാണ്. അമ്മ കൂടെ ഇരിക്കുന്ന ഒരനുഭവം. ഇത് കേൾക്കുന്നവരിലും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.